കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ വന്നിട്ട് 100 വർഷമാവുന്നു. കേരളത്തിൽ സജീവമായിട്ട് ഒരുപക്ഷെ 90 വർഷമോ മറ്റായിട്ടുണ്ടാകും. കേരളത്തിൽ ജനിച്ചു ജീവിക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകൾക്ക് നമുക്ക് പ്രകടമായ രാഷ്ട്രീയമുണ്ടോ, രാഷ്ട്രീയ പ്രവർത്തനമുണ്ടോ എന്നുള്ളതല്ല പ്രശ്നം. നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനിഷേധ്യമായിട്ടുള്ളൊരു പങ്ക് വഹിക്കാൻ സാധിച്ചുവെന്ന് നമ്മൾ സ്വന്തം ജീവിതത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ബോധ്യപ്പെടും. എനിക്കത് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓരോ പ്രവൃത്തിയിലും ചിന്തയിലും സാധാരണ മനുഷ്യരോടൊപ്പം നിൽക്കാൻ, അവർക്കൊരു നല്ല നാളെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാനൊക്കെ ഒരുപക്ഷെ സാധാരണ മലയാളിയെ ആദ്യമായി പ്രേരിപ്പിച്ചതും പഠിപ്പിച്ചതും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കൊണ്ട് കേരളീയൻ, മലയാളി എന്നുള്ള നിലയ്ക്ക് നമുക്കുണ്ടായ ഏറ്റവും വലിയ മഹത്വം എന്താണ്? ഒന്ന്, അധികാരവും സമ്പത്തും. സമ്പത്തെന്ന് പറഞ്ഞാൽ പണം മാത്രമല്ല, ഭൂസമ്പത്തും സമ്പത്ത് തന്നെയാണ്. അധികാരവും ഭൂസ്വത്തും അല്ലെങ്കിൽ അധികാരവും സമ്പത്തും ചേർന്ന് സാധാരണ മനുഷ്യന്, അധികാരവും സമ്പത്തും ഇല്ലാത്ത മനുഷ്യരെ എന്നും അധസ്ഥിതരായി കിടക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥ, സാമൂഹ്യ വ്യവസ്ഥയെ ഉടച്ചു വാർക്കാമെന്ന്. ഇവിടെ നമുക്ക് കൊയ്യാൻ വയലില്ലാത്തവന് കൊയ്യാൻ ഇടം കിട്ടും, വിതയ്ക്കാൻ വയലില്ലാത്തവന് വിതയ്ക്കാൻ വയൽ കിട്ടും, ഭൂമിയില്ലാത്തവന് ഭൂമി കിട്ടും എന്ന് പറയുന്ന നിസ്വരായ മനുഷ്യർക്ക് സ്വപ്നം കാണാൻ അവസരം കൊടുത്തു എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയൊരു സംഭാവന തന്നെയാണ്. ആദിവാസിയെപ്പറ്റിയും ദളിതനെപ്പറ്റിയും ട്രാൻസ്ജെൻഡറിനെ പറ്റിയും മുഖ്യധാരയിൽ ഉള്ള പ്രകാശം വീഴാത്ത വഴികളിലൂടെ സഞ്ചരിക്കാനാണ് മലയാള മനസ്സിനിഷ്ടം, മലയാള സാഹിത്യത്തിനിഷ്ടം, മലയാള സിനിമയ്ക്കിഷ്ടം. നമുക്കൊക്കെ അതാണ് ഇഷ്ടം. കാരണം അങ്ങനെ നമ്മളെ പ്രേരിപ്പിച്ചത്. അങ്ങനെ ഒരു വഴിയുണ്ട്, നമ്മൾ കാണാത്തൊരു വഴിയുണ്ട്, ഇല്ലാത്തവരിവിടെ ഉണ്ട് എന്നൊക്കെ നമ്മളോട് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിലെ ഓരോ തീരുമാനത്തിലും അത്തരത്തിലുള്ളൊരു മാനവികത നിലനിർത്താൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്തെന്നില്ലാതെ നമ്മളെ സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. നാളെ ഒരു ചെമ്പൻ പുലരി ഉണ്ടാകുന്നു എന്നുള്ളൊരു പ്രതീക്ഷ ആളുകൾക്ക് കൊടുക്കാനൊരു പ്രസ്ഥാനത്തിന് കഴിഞ്ഞുവെങ്കിൽ മനുഷ്യരെ സ്നേഹിക്കുന്ന നമുക്കൊക്കെ ആ പ്രസ്ഥാനം ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. നമ്മുടെ ചിന്താഗതികളിൽ, നമ്മുടെ മനോഭാവങ്ങളിൽ, മനുഷ്യരോടുള്ള ബന്ധത്തിൽ, നാളെയെപ്പറ്റിയുള്ള പ്രതീക്ഷകളിലൊക്കെ തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നമുക്ക് വലിയ മാറ്റങ്ങൾ തന്നിട്ടുണ്ട്. Thank you so much indeed, colleagues, comrades worldwide. Here we are, 100 years of establishing and creating the Communist Party of India, 100 years of resilience, 100 years of people whom the great people came together to make our future at large as a human being, at large of course as a bright human future. 100 years of being together and to build for our future. Indeed, I would like to seize this opportunity to extend not only many thanks, but to congratulate the CBI comrades and followers, of course, of the CBI for this very important occasion. From Palestine, from my bottom of heart as a Palestinian ambassador to India, we believe that the Communist Party at large again and CBI used to be the ambassadors of the question of the state of Palestine. From my bottom of heart, thank you so much for having me today, and forever, solidarity forever, and more, many 100 years to come for the CBI to be a great and resilient Communist Party. The Communist Party of India is observing its centenary in 2025, and I also know that the CPI Congress is coming up in Chandigarh in September. So on this occasion, a very special warm greetings to all members and leaders of the CPI. For us, this is a centenary of the Indian Communist Movement, the organized communist movement in India. And we communists have played our role during India's anti-colonial freedom movement. And today, when India is facing this unprecedented fascist offensive, I think once again we communists, we may be in different parties, but all of us together, we will have to fight as a very powerful anti-fascist movement in this country
together with all other ideological political forces who are part of the Indian freedom movement, and together let us defeat fascism. And once again, my very warm wishes to all members and leaders of the Communist Party of India, CPI. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയുടെ ചരിത്രത്തിൽ നടത്തിയിട്ടുള്ള ഗംഭീരമായ ഇടപെടലുകൾ ഒരിക്കലും മറക്കാൻ സാധിക്കാത്തതാണ്. വഴിയെ നടക്കാൻ കഴിയാത്തവർക്ക് വഴിയെ നടക്കുവാനും മാറ്റി നിർത്തപ്പെട്ടവരെ മുന്നോട്ട് കൊണ്ടുവരുവാനും വനിതകളെ മുന്നോട്ട് കൊണ്ടുവരുവാനും ഒക്കെ പാർട്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ വളരെ ശ്രദ്ധേയമായിരുന്നു ഇതുവരെ. പുതിയ കാലത്ത് പോലും പാലക്കാട് ജില്ലാ സെക്രട്ടറിയായിട്ടൊരു വനിത വന്നിരിക്കുന്നു. വനിതയ്ക്ക് സംവരണമുള്ള ഒരു സീറ്റിൽ മത്സരിച്ച് പഞ്ചായത്ത് സീറ്റിൽ മത്സരിച്ച് ജയിച്ചവരല്ല, അവരെ ജനറൽ സീറ്റ് മത്സരിപ്പിച്ച് ജയിപ്പിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സമീപനങ്ങൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഉണ്ടാകുന്നതായിട്ട് സമൂഹം മനസ്സിലാക്കുന്നുണ്ട്. ഈ രീതി മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഒരിക്കൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലാൽ കിലയിൽ ചെങ്കോട്ടയിൽ ചെങ്കൊടി ഉയർത്തുവാനുള്ള സന്ദർഭം ഉണ്ടാകട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു.